السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മക്കയിലുണ്ടായ 2 ദുർമരണങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച. എന്തുകൊണ്ട് അവർക്കത് വന്നു എന്നുള്ളതാണ്. എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നതോടുകൂടെ നിങ്ങൾക്കൊരു ഒരു അറിവ് കിട്ടുകയും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പകർത്തുകയും ചെയ്യണം. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു ഉത്തേജനം കിട്ടും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടെയാണ് ഞാൻ ഈ ഓരോ ക്ലാസ്സുകളും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പ്രപഞ്ചത്തിൽ ഓരോ മനുഷ്യനും, ഓരോ വ്യക്തിയും അവൻ്റെ അറിവോ പ്രയത്നങ്ങളോ പ്രവർത്തനങ്ങളോ മുൻധാരണയോ കൂടാതെ ഈ ലോകത്ത് വരുന്നു. അങ്ങനെയാണല്ലോ. അവൻ്റെ അറിവില്ല, അവൻ്റെ പ്രയത്നങ്ങളില്ല, അവൻ്റെ പ്രവർത്തനങ്ങളില്ല, അവൻ വിചാരിച്ചതല്ല. എന്നാൽ അവൻ അറിയാതെ തന്നെ ഇവിടെ നിന്ന് അവൻ്റെ വികാരങ്ങളോ പ്രയത്നങ്ങളോ ഇല്ലാതെ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയേണ്ടി വരും. ഒരു നൂറ്റാണ്ടിൽ 10, 75, 85 കൊല്ലത്തിനിടയിൽ ഇങ്ങനെ സമുദായം വരികയും മറിഞ്ഞിങ്ങനെ തുടരെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഒരു ശാസ്ത്രത്തിനോ ഒരു നിരീക്ഷകർക്കോ ഒരു ഗവേഷകർക്കോ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാനോ മനസ്സിലാക്കാനോ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു ശാസ്ത്രത്തിനും പറയാൻ പറ്റൂല എവിടുന്നായി മനുഷ്യരൊക്കെ വന്നത്, എങ്ങോട്ടാ പോകുന്നത്. നിഗമനങ്ങൾ കുറേ ഉണ്ടാകും, അതിനിവിടെ പ്രസക്തിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നിന്റെ ഹാരിക്കായ റബ്ബുൽ ഇസ്സത്ത് ചില നിർദ്ദേശങ്ങൾ നൽകി പ്രവാചകന്മാരിലൂടെ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതനുസരിച്ചുകൊണ്ട് അവൻ്റെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ അവന് ആഖിറത്തിൽ സുന്ദരമായ ജീവിതം ഉണ്ടാകും. ഇല്ലെങ്കിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലും അവൻ ചെന്ന് ചാടും. അങ്ങനെയല്ല. അപ്പോൾ 2 നിലക്കുള്ള വേർപാടാണ് ഇവിടെ ഉണ്ടാകുക. ഒന്ന്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ നല്ല നിലയിൽ ഇവിടെ നിന്ന് വിട്ടുവരും. പക്ഷേ എന്നാൽ തന്നെ മരണം എന്നുള്ളത് ഭയങ്കരമായ ഒരു ഭീകര അവസ്ഥയാണ്. ഇന്നലിൽ മൗത്തി സഖറാത്ത്. ശിഫൽക്കു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണത്തിന് അതിഗംഭീരമായ അതിഗൗരവമേറിയ അവസ്ഥയുണ്ട്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗതി വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തിൻ്റെ രുചിയോടും. ഇങ്ങോട്ട് വന്നപ്പോഴുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടല്ലാതെ ഒരൊറ്റ വ്യക്തിയും ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയില്ല. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. മരിച്ചിട്ടുള്ള പുനർജന്മം അന്ത്യനാളിലാണ് നിങ്ങളുടെ ആ അമാലുകൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത്. തീർച്ചയായും അവിടെ വെച്ചുകൊണ്ടാണ്. ഫമൻ സുഹ്സിയ അനിൻ നാർ. നരകൻ തൊട്ട് ആരെങ്കിലും മാറ്റി നിർത്തിയാൽ വഉദ്ഖിലൽ ജന്നത. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ്. തീർച്ചയായും വിജയിച്ചു പോയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തുദ് ദുനിയാ, ദുനിയവിയായ ജീവിതം അല്ല, ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ ചിരക്കുകളാണ്, വിഭവമാണ്. കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം നമ്മൾക്ക് അനുഭവപ്പെടുന്നതെല്ലാം ഈ ലോകത്ത് സുഖമാണ്, എനിക്ക് ഹൈറാണ് എന്നാലും വിചാരിക്കണ്ട എന്നർത്ഥം. എന്നാൽ 2 നിലക്കുള്ള വേർപാടിൽ ദുനിയാവിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഇന്നമദ്ദുന്യാ ഫനാഉൻ ലൈസ ലിദ്ദുന്യാ ബകാഉൻ ഇന്നമദ്ദുന്യാ കബൈതിൻ വാനസജഉൽ അൻകബൂതി. ദുന്യ ഒരു എട്ടുകാലിൻ്റെ വല പോലെയാണ്. ഇന്നമദ്ദുന്യാ ലൈസ ലിദ്ദുന്യാ ബകാഉൻ. ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയും ദുന്യാവിൽ ശേഷിക്കില്ല. ഇന്നമദ്ദുന്യാ കബൈതിൻ വാനസജഉൽ അൻകബൂതി. അങ്കബൂത്ത് എട്ടുകാലിൻ്റെ വല പോലെയാണ് ഈ ദുന്യാവ്, ഈ ജീവിതം. അതിൻ്റെ ഉടമസ്ഥൻ എപ്പോൾ വന്ന് എട്ടുകാലിൻ്റെ വല ഇങ്ങനെ അങ്ങോട്ട്, ഉടമക്കാരൻ കയറി വരുന്ന സമയത്ത് നമ്മളെ വാതിപ്പടിക്കലോ അതെങ്കിലും കവാടങ്ങളിലൊക്കെ എട്ടുകാലം ഇങ്ങനെ വല കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയാൽ അതങ്ങോട്ട് പോയി. ഇന്നമദ്ദുന്യാ ഫനാഉ. തീർച്ചയായും ദുന്യാവ് നശിക്കും. ലൈസ ലിദ്ദുന്യാ ബഖാഉ. ദുന്യാവിൽ ശേഷിപ്പില്ല. ഇന്നമദ്ദുന്യാ കബൈതിൻ.
തീർച്ചയായും ദുന്യാവ് 8 ബൈത്തും വനസജാഹുൽ അങ്കബൂത്തി 8 കാലിയുടെ വല പോലെയാണ്. ഉണ്ടോ? അപ്പം ഇവിടെ ആ ഒരു വിചാരങ്ങൾ, ആ ഒരു മാനസിക അവസ്ഥ, ആ ഒരു മാനസിക തലം അവൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ദുന്യാവിലും ആഖിറത്തിലും അവന്റെ വാക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും സ്ഥിരപ്പെടുത്തുന്നു. എന്നാൽ ആ മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ, ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കാൻ പോകുമ്പോഴുള്ള അവസ്ഥ ഉണ്ടാവും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. അള്ളയാണ് ഞങ്ങളുടെ റബ്ബ്. നമ്മുടെ ഖാലിഖ് നമ്മൾ സൃഷ്ടിച്ച് എൻ്റെ അടക്കവും അനക്കവും എല്ലാം നിയന്ത്രിക്കുന്നത് എൻ്റെ ഖാലിഖായ ഉടമസ്ഥനായ റബ്ബാണ് എന്ന് പറയും. ഇന്ന് അവൻ സമ്മതിക്കുകയും അതിൽ അവൻ നിലകൊള്ളുകയും ചെയ്താൽ, അവൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്താൽ, അവന് മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മലായികത്തുകൾ ഇറങ്ങി വന്നുകൊണ്ട് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങളോട് സ്വർഗം, നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ആ സ്വർഗം, ആ വാഗ്ദാനം നൽകിയ ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുകയെന്ന് ഒരു ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു അവസ്ഥയിൽ അവിടെ മലായികത്ത് വന്ന് ആശ്വസിപ്പിക്കുമെന്നാണ്. നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സ്വർഗം, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ. സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പം എൻ്റെ പ്രിയമുള്ള മോമിനികളെ, നാം മറ്റയാളാണെങ്കിൽ എന്താ പറയുക, റബ്ബി ലൗലാ അഖർതനി, അള്ളാഹ്ക്കനുസരിക്കാതെ ജീവിച്ച ആൾക്കാർ എപ്പോഴതൊക്കെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കണം. വഅബ്ദു റബ്ബക, നിന്റെ റബ്ബിനെ നീ ആരാധിച്ചു കൊണ്ടേയിരിക്കണം. ഹത്താ യഅതിയക്കൽ യഖീൻ, നിനക്ക് യഖീൻ എത്തുന്നത് വരെ, മരണം എത്തുന്നത് വരെ. മരിക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹ്, ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത്, അന്ന് ഞാൻ എനിക്കത് ചെയ്തില്ലെങ്കിൽ ഇന്ന് ചെയ്ത് വളരെ അങ്ങേയറ്റം വിചാരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ ഒരു നിശ്ചിത സമയപരിധി വരെ നീ എന്നെ പിന്തിച്ചിട്ട് തരികയാണെങ്കിൽ ഞാൻ സദഖ കൊടുത്തോളാം, ഞാൻ സ്വാലിഹ്യങ്ങളിൽ പെട്ട ആളായിക്കോളാം റബ്ബേ. വഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, പക്ഷേ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു മനുഷ്യൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ നിശ്ചിത പരിധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുത്തനെയും പിന്തിച്ചിടുകയില്ല, ഒരു വ്യക്തിയെയും പിന്തിച്ചിടുകയില്ല. അപ്പോൾ ആ കാലഘട്ടം വരെ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും വരുന്ന പ്രവർത്തനങ്ങളും മറ്റുള്ള ആളുകൾ ഗുണം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം, നാളെ സ്വർഗവും തരും. നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് 2 അത്ഭുതത്തിൻ്റെ മരണത്തെ സംബന്ധിച്ചാണ്. അതാണെന്നറിയോ, മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടുത്ത പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആക്കിയ ഒരാളായിരുന്നു അബൂ ലഹബ്. ഇല്ലേ, മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. കാരണം ഖുറൈശികളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വിളംബരം ചെയ്യാനും അറിയിക്കാനും ഉണ്ടെങ്കിൽ അവർ സാധാരണ സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. എന്നിട്ട് പറഞ്ഞതറിയാം, യാ സ്വബാഹ, ഓ പ്രഭാത ജനങ്ങളെ വിളിച്ചു പറഞ്ഞു. അപ്പം സഹാബ അവിടെയുള്ള ഖുറൈശിക്കാരൊക്കെ ചോദിച്ചു, ഖുറൈശിക്കൂട്ടൻ ചോദിച്ചു, ആരാണ് ആ വിളിച്ചു പറയുന്നത്? അവർ പറഞ്ഞു, മുഹമ്മദ് ആണല്ലോ. യാ ബനി ഫുലാൻ, ഇന്ന ആളൊക്കെ മകനെ, അബ്ദുൽ മനാഫിൻ്റെ മക്കളെ, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ എന്നിങ്ങനെ വിളിച്ചു പറയുന്നു. അത് എന്ത് പറയാൻ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധമായ ഖുർആനിലൂടെ ഒരു വചനമിറക്കി, വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നബിയെ തങ്ങൾ അടുത്ത കുടുംബങ്ങളെ ഇസ്ലാമിലേക്ക് ഒന്ന് താക്കീത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള വിചാരവികാരങ്ങളൊക്കെ ഒഴിവാക്കി അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ജനങ്ങളോട് ആജ്ഞാപിക്കണം. വഅൻദിർ, തങ്ങൾ താക്കീത് ചെയ്യണം, അശീറത്തക്കൽ അഖ്റബീൻ, തങ്ങളുടെ അടുത്ത കുടുംബങ്ങൾ. ഇത് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കയറിയിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് നബിൻ്റെ അടുക്കൽ ഇങ്ങനെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കാണുന്ന പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ, ഈ കാണുന്ന കുന്നിൻ്റെ താഴ്വരയിലൂടെ നിങ്ങൾക്കെതിരുള്ള കുതിരപ്പടയാളികൾ, ശത്രുക്കൾ, വാള് പിടിച്ച് കുന്തം പിടിച്ചുകൊണ്ട് വരുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് സ്വീകരിക്കുമോ, അംഗീകരിക്കുമോ? നിങ്ങൾ എന്നെ വാസ്തവമാക്കുമെന്ന് വെച്ചു. അപ്പം അവർ പറഞ്ഞു, ഓ, ഇതുവരെ ഒരു അനുഭവം ഞങ്ങൾക്ക്, അങ്ങിൽ കളവ് പറഞ്ഞതായ ഒരു അനുഭവം ഞങ്ങൾക്കില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഇനി നദീറുല്ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് കർശനമായ ഒരു താക്കീതുകാരനാണ്. ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു കൊള്ളണം. നിങ്ങൾ റബ്ബുൽ ഇസ്സത്തിൽ വിശ്വസിച്ചു കൊള്ളണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൃത്തമായ ശക്തിയേറിയ ശിക്ഷയുണ്ട്. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബൂലഹബ് തബ്ബല്ലക അലിഹാദ ജമാഅത്തന, അല്ലെങ്കിൽ തബ്ബല്ലക അലിഹാദ ദാഴ്ത്തന, മുഹമ്മദെ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്, നിനക്ക് നാശമുണ്ടാകട്ടെ. അബൂലഹബിൻ്റെ അഹങ്കാരം, കിബിർ ഹൃദയത്തിൽ ആളിപ്പടർന്നു. കാരണം ഇത്രയും യതീമായി, ധനമില്ലാതെ, ഉമ്മയും ഉപ്പയുമില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച നിനക്കോ അനുഭവത്ത് നീയാണോ പ്രവാചകൻ? ഇവിടെ വലിയ ഉന്നതയിലെത്തുന്ന ധനാഢ്യന്മാരും ഭരണാധികാരികളും മന്ത്രിമാരും എല്ലാവരും ഉണ്ടായിട്ട് നിനക്കാണോ അത് എത്തിയത്? തബ്ബല്ലക സാഹിറല്ലയ്യ അലിഹാദ ദാഴ്ത്തന, ഇതിനാണോ നീ വിളിച്ചു കൂടിയത്? നിനക്ക് എന്നും നാശമുണ്ടാകട്ടെ എന്ന് അഷ്റഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഈ പറഞ്ഞ കാരണം വിശുദ്ധ ഖുർആൻ ഇറങ്ങി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. തബ്ബത് യദാ അബീ ലഹബിൻ, അബൂ ലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ നബിയെ. മൊത്തം നശിച്ചു, കൈ മാത്രമല്ല, മൊത്തം നശിച്ചു. വതബ്ബ, അബൂ ലഹബ് നശിച്ചു പോയി. അപ്പോൾ അബൂ ലഹബ് പറഞ്ഞ്, അങ്ങനെ നീ പറയുന്നത് സത്യമാണെങ്കിൽ എൻ്റെ സമ്പത്ത് കൊണ്ടും സന്താനം കൊണ്ടൊക്കെ ഞാൻ രക്ഷപ്പെടും. എൻ്റെ സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു വീണ്ടും, അവൻ്റെ സമ്പത്തും അവൻ്റെ സന്താനങ്ങളും അവന് ഉപകരിക്കുകയില്ല. ജ്വലിക്കുന്നതായ നരകത്തിൽ പിന്നീട് അവൻ ചേരുന്നതാണ്. അവന്റെ ഭാര്യ ഹമ്മാലത്തുൽ ഹത്തബ്, വിറക് ചുമട്ടുകാരിയായ ഹമ്മാലത്തുൽ ഹത്തബ് എന്നൊരു പേരിട്ടു. അവന്റെ ഭാര്യ, അബൂലഹബിന്റെ ഭാര്യ, ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, ഈത്തപ്പന നാരിനാലുള്ള ഒരു കയർ അവളുടെ കഴുത്തിലുണ്ട്. പല അഭിപ്രായങ്ങളും മുഫസ്സിരീങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റത്തെ കടുത്ത ദ്രോഹം, അങ്ങേയറ്റത്തെ ഉപദ്രവവും ചെയ്തുകൊണ്ട് അള്ളാഹ് ശപിച്ചുപോയി അബൂലഹബിനെ. മനസ്സിലായോ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, അബൂലഹബിൻ്റെ കൈയോട് നശിക്കട്ടെ, മൊത്തം നശിക്കട്ടെ. അവൻ പറഞ്ഞാൽ എന്താണ്? എൻ്റെ സമ്പത്തും എൻ്റെ സന്താനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഞാൻ അതിനെ തടയും, ഞാൻ നശിപ്പിക്കും. അപ്പം നിന്റെ എൻ്റെ സമ്പത്തും സന്താനമൊന്നും ഉപകരിക്കില്ല. അവൻ നരകത്തിലേക്ക് അവൻ്റെ ഭാര്യൻ്റെ പേരെന്താണ്? ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പേരിടാൻ കാരണം എന്താണെന്ന് അറിയാം. രണ്ടാളും മരണം സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. ഹമ്മാലത്തുൽ ഹത്തബ്, വിറക് ചുമട്ടുകാരി. ഇതാ പറയാൻ കാരണം നിങ്ങൾ മരുഭൂമിയിലൂടെ താണ്ടിപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അവിടുന്നും ഇവിടുന്നൊക്കെ മുള്ളുകളും വിറകുകളും മുട്ടികളും ശേഖരിച്ച് നടന്ന് വന്ന് നബിയുടെ വാതിൽപ്പടിയിലും നബി നടക്കുന്ന വഴിയിലും ഒക്കെ ഇടുക ഇവരുടെ പതിവായിരുന്നു. അതൊക്കെ കൊണ്ടേ അവിടെ ഇവിടെ ഇങ്ങനെ ഇടുക, നബിയെ ബുദ്ധിമുട്ടാക്കാൻ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടൊരു പേര് വെച്ചതാണ് ഹമ്മാലത്തുൽ ഹത്തബ് എന്നാണ് പറയുന്നത്. ഹമ്മാലത്ത് ചുമക്കുക, വറവ് ചുമട്ടുകാരി എന്നാണ് അതിൻ്റെ അർത്ഥം ഉള്ളത്. മനസ്സിലായ? അവളും നരകത്തിൽ ചേരും. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, അവളുടെ കഴുത്തിൽ നാരുകൊണ്ടുള്ള ഒരു കയറുണ്ട്. ആ വേറെ തഫ്സീറിൽ കാണാം, ഒരു വിലമതിക്കാൻ കഴിയാത്ത ഒരു വൈരരത്നത്തിൻ്റെ മാല അവളുടെ കഴുത്തിലുണ്ടായിരുന്നു. ഇത് ചെലവാക്കിയിട്ടെങ്കിലും മുഹമ്മദിനെതിരിൽ ഞാൻ യുദ്ധം ചെയ്യും, മുഹമ്മദിനെ ഞാൻ പരാജയപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നവൻ ഹമ്മാലത്തുൽ ഹത്തബ് പറഞ്ഞിരുന്നതാണ്. അവളുടെ പേരെന്താ? നിങ്ങൾ ഉമ്മു ജമീലാണ്. അബൂ സുഫിയാന്റെ സഹോദരിയാണ് ഉമ്മു ജമീല എന്ന പേര്. അബൂലഹബിന്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. എന്നാൽ ഇവർ രണ്ടാളുടെയും മരണം, അന്ത്യം, അവസാനം എങ്ങനെയായിരുന്നു അല്ലേ? അധികം കഠിനമായ ദ്രോഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെയ്ത കാരണം അബൂലഹബ് എന്നാ മരിച്ചതെന്ന് ആർക്കും അറിയില്ല. എന്താ കാരണം അറിയോ? ബദ്ർ യുദ്ധം നടന്നപ്പോൾ ബദ്ർ യുദ്ധത്തിലേക്ക് ഒരുങ്ങി അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ ഈ അബൂലഹബിനെ വിളിച്ചു, യുദ്ധത്തിന് പോകല്ലേ. അപ്പോൾ അബൂലഹബ് പറഞ്ഞു, ഞാൻ ഇല്ല, ഞാൻ വേറെ ആളെ പറഞ്ഞയച്ചാലാണ്. സംഗതി അവനെ ഏകദേശം പിടുത്തം കിട്ടിക്കാണും. വേറെ ഒരാളെ പറഞ്ഞയച്ചാൽ അവനിവിടെ നിന്നു. ബദ്ർ യുദ്ധം കഴിഞ്ഞ് വന്നു. ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അങ്ങനെ അബൂലഹബ്, അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് പോലത്തെ അവിടുത്തെ ധനാഢ്യന്മാരും പ്രമുഖന്മാരും ഒക്കെ ആ ബദ്റിൽ കൊല്ലപ്പെട്ടു. തിരിച്ചു വന്നു. അബൂലഹബിന്
ഒരു പനി തുടങ്ങി, പനി ബാധിച്ചു. താഴൂൻ എന്ന് പറയുന്ന രോഗം ഭഗവേദം വന്നത് ആയ ഒരു രോഗമായിട്ടാണ് അതിനെ അറിയപ്പെട്ടതില്ല. പിന്നീട് ഒരു പനി വന്നു. പനി വന്നിട്ട് എന്താണ്, അവൻ്റെ ശരീരത്തിൽ ഓരോ മുഴകൾ ഇങ്ങനെ പൊന്താൻ തുടങ്ങി. മുഴകൾ ഇങ്ങനെ പൊന്തി എന്നല്ല, അതിങ്ങനെ ജീർണിച്ച് അതിൽ നിന്ന് ചലവും പുഴുക്കളും രക്തവും കൂടി ഒഴുകാൻ തുടങ്ങി. ദുർഗന്ധം കൊണ്ട് പരിസരവാസികൾ മുഴുവനും വീർപ്പ് മുട്ടി എന്നുള്ളതാണ്. കാരണം പകർച്ചവ്യാധിയാണ് താഴൂരും അതുകൊണ്ടുണ്ടാകുന്ന ഭഗവേദം വന്നുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ എന്താണ്, പകർച്ചവ്യാധിയാണ്. അപ്പം ആ ഒരു ഭയം മക്കൾക്കും ഉണ്ടായി. ദുർഗന്ധം, വാസന അതിലും കഠിനമായത്. ലാസ്റ്റ് അബൂലഹബിനെ ഒരു ഈത്തപ്പന മണലെടുത്ത് വിരിച്ചിട്ട് സ്വന്തം മക്കൾ അവരുടെ കരങ്ങൾ കൊണ്ട് അങ്ങകലെ ഒരു 2 പാറക്കെട്ടിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു വന്നു. കാരണം ഈ പകരം വാസനയാണ് സഹിക്കാൻ വയ്യ, അങ്ങനെ പ്രയാസത്തിലായപ്പോൾ. എന്നിട്ടും പരാതി തീർന്നില്ലാണ്. ഹബിസീനിയൻ കൂലിക്കാരെ വിളിച്ചിട്ട് ഒരു കുഴി കുത്തിയിട്ട് അബൂലഹബിൻ്റെ ശരീരം അതിലേക്ക് മറവ് ചെയ്തു എന്ന എത്രയോ നീചമായൊരു മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് പരിശുദ്ധമായ ദീനിനെ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ ആ ഈമാനിനെ, ആ തൗഹീദിനെ കളങ്കപ്പെടുത്തുകയും നബിയെ കഠിനമായി ദ്രോഹിച്ച കാരണം അബൂലഹബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തു നിന്ന് തന്നെ കൊടുത്ത ശിക്ഷയാണ് ഇത്. പിന്നീട് വീണ്ടും വരും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മാലത്തെ വല്ലത്ത് നബീനെ നടക്കുന്നിടത്ത് മുള്ളും കല്ലൊക്കെ കൊണ്ടിട്ട് ബുദ്ധിമുട്ടാക്കുന്ന അപ്പനുണ്ടല്ല, അവൾ ഒരു ദിവസം ഇതേപോലെ നബിയുടെ മുറപ്പടിക്കലും നബി ഇറങ്ങുന്ന സ്ഥലത്തും അതുപോലെ തന്നെ വഴിയിലൊക്കെ കല്ലും മുള്ളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മുള്ള് ശേഖരിക്കാൻ വേണ്ടിയിട്ട്, വിറക് ശേഖരിക്കാൻ വേണ്ടി നടന്ന് പോയി. അത് നമ്മളിവിടുത്തെ മാതിരി എവിടെയും പോയാൽ കിട്ടുന്നതല്ല. അങ്ങനെ ആ മുള്ളും ചുമന്നുകൊണ്ട് വരുന്ന സന്ദർഭത്തിൽ നടന്ന് ക്ഷീണിച്ച് ഒരു പാറക്കല്ലിൽ അവൾ ഇരുന്നു. ഒരു പാറക്കല്ലിലിരുന്നു. അവളുടെ കഴുത്തിൽ ഒരു കയറിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് മലക്കുൽ മൗത്ത് വന്നുകൊണ്ടൊരു ഒറ്റപ്പിടുത്തം ആ സ്ത്രീയെ പിടിച്ചത്. ഉമ്മു ജമീല എന്ന് പറയുന്ന അബൂ സുഫിയാനിൻ്റെ സഹോദരിയായ ഈ ഉമ്മു ജമീലയെ അസ്രായിൽ മലക്കുൽ മൗത്ത് ബേഗിൽ പിടിച്ചിട്ട് നെരുക്കി അങ്ങോട്ട് കൊണ്ടുപോകണം. ഇവർക്ക് പണി നരകത്തിനാണല്ലോ, ഒരു വിറക് കെട്ട് ചുമക്കുന്ന പണിയാണ് ഇനി നരകത്തിലുള്ളത്. ഇന്നും അവൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂലഹബ് അങ്ങേയറ്റത്തെ പരാജയത്തിൻ്റെ പടുകുഴിയിലായിപ്പോയി. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ കഥയും ചരിത്രവുമല്ല, നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം നന്നായാൽ തീർച്ചയായും നാം രക്ഷപ്പെടും. നിങ്ങൾ ആലോചിച്ചു, ഈ ഒരു ഭാഗ്യം, ഈ ഒരു അനുഭവം ആർക്ക് കിട്ടാനാ സുഹൃത്തുക്കളെ? ഒരാൾക്കും കിട്ടൂല. നമ്മൾ മുഅ്മിനാകുക, മുസ്ലിമാകുക, എൻ്റെ ഖാലിക്കായ ഉടമസ്ഥനോട് കാര്യങ്ങൾ പറയുക, വേവലാതി പറയുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അതിനെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു അവസരത്തിൽ ഒരു വീഡിയോയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ ചേർത്ത് തരട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന, സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽപ്പെട്ട മുത്തഖീങ്ങളിൽപ്പെടുത്തി തന്നെ റഹ്മാനെ. ഞങ്ങളെ മുഅ്മിനീങ്ങളാക്കി മരിക്കണേ റഹ്മാനെ. എല്ലാ അമ്പിയാക്കളും ദുആന്നതാണ്. അതുകൊണ്ട് ഞങ്ങളെ നീ മുഅ്മിനാക്കി മരിപ്പിക്കണേ റഹ്മാനെ. ഈമാനിൻ്റെ പ്രകാശം ഞങ്ങളുടെ കൽബിൽ ഇട്ട് തരണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.